ലോകത്തിലെ മികവുറ്റ 5 സേനകളിൽ ഒന്ന്, 5 രാജ്യങ്ങളിലെ സേനകളിൽ ഒന്നാണ് ഇന്ത്യൻ സൈന്യം എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അമേരിക്ക, റഷ്യ, ചൈന, അതുപോലെ പല യൂറോപ്യൻ രാജ്യങ്ങൾ, ജർമ്മനി, അതെ, ഇവരെല്ലാവരുമായിട്ട് ഇന്ത്യൻ സൈന്യം സംയുക്ത സൈനിക അഭ്യാസം നടത്താറുണ്ട്. ഇപ്പോഴിതാ പുതിയൊരു വാർത്ത കേൾക്കുന്നു. ഇന്ത്യൻ സൈന്യം പശ്ചിമേഷ്യയിലേക്ക്, മിഡിൽ ഈസ്റ്റിലേക്ക് എന്തോ ഒരു ദൗത്യവുമായിട്ട് പോവുകയാണ് എന്ന ഒരു വാർത്ത കേൾക്കുന്നു. എന്താണ് സാർ അതിന്റെ വിശദാംശങ്ങൾ? ഇപ്പോൾ പൊതുവെ പറയപ്പെടുന്നത്, നമ്മൾ ഇപ്പോൾ ട്രംപുമായിട്ട് മോദി നടത്തിയ ചർച്ചകളിൽ ഈ വ്യാപാര കരാറുകൾക്ക് അതീതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പല ലോകരാഷ്ട്രങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ അത് അത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ലെങ്കിലും ലോകം കൗതുകത്തോടെയാണ് നോക്കുന്നത്. പ്രത്യേകിച്ച് കാനഡ, അതുപോലെ തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളും, മിഡിൽ ഈസ്റ്റ് എല്ലാം വളരെ കൗതുകത്തോട്, ചൈന, റഷ്യ ഒക്കെ തന്നെ ഈ ട്രംപും മോദിയും തമ്മിൽ നടന്ന ചർച്ചകളിൽ വേറെ എന്തൊക്കെ ഉരുത്തിരിഞ്ഞിരിക്കാം എന്നൊരു വലിയ ആകാംക്ഷയുണ്ട്. അത് കഴിഞ്ഞ ഉടനെ നടന്ന പത്രപ്രസ്താവനയിൽ പറയുകയും ചെയ്തു, ഇന്ത്യക്ക് ആയുധങ്ങൾ നല്ല രീതിയിൽ തരുന്നതിന്, സാധാരണ ആയുധങ്ങൾ മാത്രമല്ല, F-35 അടക്കമുള്ള ഉഗ്ര പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ വരെ നമുക്ക് തരാമെന്ന് ട്രംപ് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഇത് എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യക്ക് ഈ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പ്രദേശങ്ങൾ, അതായത് ഏഷ്യയുടെ മൊത്തം ഒരു കാവൽക്കാരനായിട്ട് അമേരിക്കയ്ക്ക് ഇന്ത്യയെ നിലനിർത്തണമെന്നൊരാഗ്രഹം ഉണ്ട്. ആ ആഗ്രഹം എങ്ങനെ പ്രതിഫലിപ്പിക്കും എന്നുള്ളത് ഇനി വരുന്ന ചർച്ചകളിലേ നടക്കൂ. അതിനിടയ്ക്കാണ് താങ്കൾ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നം ചർച്ച ചെയ്തിരിക്കാമെന്ന് ഊഹാപോഹങ്ങൾ വരുന്നത്. പ്രധാനമായിട്ടുള്ളത് UAE, സൗദി എന്നിവിടങ്ങളിലെ സെക്യൂരിറ്റിയാണ്. അപ്പം അവർക്ക് അവരുടെ അറിയാലോ, ഓയിൽ, എണ്ണ ഖനികൾ അവരുടെ ഒരു അമൂല്യ സമ്പത്താണ്. കുവൈറ്റിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം, സൗദിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളിൽ എന്തെങ്കിലും സ്ഫോടനം നടക്കുകയോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അവർക്ക് വലിയ പ്രശ്നമാവും. അപ്പം അത് ഇപ്പോൾ ഉണ്ടാവാനുള്ള ചില പ്രശ്നങ്ങൾ പലയിടത്തും നടക്കുന്നുമുണ്ട്. അത് എവിടെ നിന്നുണ്ടാവുന്ന അവർക്ക് തന്നെ, അവരുടെ ഇടയിൽ നിന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഹൂതികളിൽ നിന്നാണോ, അതുപോലെ തന്നെ നിയർ ബൈ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകാമോ എന്നൊക്കെ അവർക്ക് ഭയമുണ്ട്. ഇത് ഇത്രയും നാളും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് അമേരിക്കയാണ്. അപ്പൊ അമേരിക്ക ഇപ്പോൾ വേറൊരു ട്രംപ് വന്നപ്പോൾ വേറൊരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇനിയിപ്പം ഉള്ളിടത്തെല്ലാം ലോക പോലീസ് കളിക്കാനും മറ്റു കാര്യങ്ങൾക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അത്രയും പണം ചെലവാക്കാനും പൈസ ആളിനെ മെനക്കെടുത്താനും ഒന്നും. അതായത് ഏറ്റവും കൂടുതൽ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് വഴികാട്ടിട്ടുള്ളത് അമേരിക്കയുടെ മക്കൾ മറ്റ് സ്ഥലങ്ങളിൽ, അഫ്ഗാനിസ്ഥാനിലായാലും ഇതുപോലുള്ള മിഡിൽ ഈസ്റ്റ് ഏരിയകളിലായാലും ഒക്കെ ചെന്ന് മരിച്ച് ഡെഡ് ബോഡി അവിടെ വരുന്നു എന്നുള്ളത് അവർക്ക് പണ്ട് മുതലേ ഒരു പരാതി ഉള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ പലയിടത്തും കൊണ്ടുപോയിട്ട് കൊല്ലുന്നു. അപ്പൊ ട്രംപ് അതിനൊരു വിലക്ക് ഏർപ്പെടുത്തുന്ന രീതിയിലാണ് പലപ്പോഴും ഈ അടുത്ത കാലത്തായിട്ട് നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ മോദിയോട് ട്രംപ് സംസാരിച്ചിരിക്കുന്നത് എന്ത് എന്നുള്ളത് ലോകത്തെ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഈ സൗദിയും UAE അടക്കമുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ്. അത് ഇന്ത്യയോട് നോക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നിഗമനം. അതായത് ഇന്ത്യൻ ആർമി ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഫ്രാൻസോ അല്ലെങ്കിൽ അമേരിക്കയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നമ്മളെ ഏൽപ്പിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആർമി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നമുക്ക് നമ്മുടെ സേന വളരെ വലുതാണ്. അപ്പോൾ എയർഫോഴ്സിൻ്റെയും ആർമിയുടെയും ഒരു ടീം അവിടെ പതിയെ എത്തി അത് വർഷങ്ങൾ കൊണ്ട് വിപുലപ്പെടുത്തി അവരുടെ ഒരു സെക്യൂരിറ്റി ടീമാക്കി മാറ്റുക. കാരണം ഇപ്പൊ അറേബ്യൻ രാജ്യങ്ങളിൽ അവർ ചെയ്യുന്നത് അവരുടെ ആൾക്കാരെ എക്വിപ്ഡ് ആക്കുകയാണ് മറ്റു പല മേഖലകളും ചെയ്യുന്നത്. പക്ഷെ ഈ യുദ്ധമേഖലയിൽ അവരുടെ ആൾക്കാരെ അവർക്ക് അങ്ങനെ സുരക്ഷാ മേഖലയിൽ അല്ലെങ്കിൽ സെക്യൂരിറ്റി മേഖലയിൽ, സൈന്യത്തിൽ അവരുടെ ആൾക്കാരെ വേണ്ട വിധത്തിൽ അവർക്ക് കിട്ടുന്നില്ല. അതിനുള്ള സ്കിൽഡ് ഉള്ളവരെയും ഒക്കെ ഇപ്പൊ പെട്ടെന്ന് എടുക്കാൻ വേണ്ടത്ര പരിശീലനം ഇപ്പോഴത്തെ എക്യുപ്മെന്റ് ഒരു സേന ഇല്ല. സൗദിക്കൊക്കെ വാസ്തവത്തിൽ അമേരിക്കയുടെ പോലീസ് പോയി, അവരുടെ പോലീസ് മാത്രമേ ഉള്ളൂ, വേറൊരു സേന അവർക്കില്ല. അമേരിക്കയുടെ ഫുൾ സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അമേരിക്കൻ പൗരനോട്. അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി ഓർമ്മ വന്നത്.
നമ്മുടെ ഈ ഇന്ത്യൻ സൈന്യത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ മഞ്ഞിലും മഴയിലും വെയിലിലും പിന്നെ മണലാരണ്യങ്ങളിലും നമുക്ക് ഒരുപോലെ പ്രവർത്തന ശേഷിയുള്ളതാണ് നമ്മുടെ സൈനികർ എന്ന് പൊതുവെ പറയാം. ശേഷി മാത്രമല്ല, അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. കാരണം സിയാച്ചിൻ മേഖലയിൽ ഉപയോഗിക്കുന്നതല്ല നമ്മളെ രാജസ്ഥാനിലെ ബോർഡറിൽ ഉപയോഗിക്കുന്നത്, പഞ്ചാബ് ബോർഡറിൽ ഉപയോഗിക്കേണ്ടത് വേറെയാണ്. നമ്മള് കിഴക്കൻ ആസാമിലേക്കൊക്കെ വരുമ്പോൾ, ആസാമിലേക്കും ബംഗ്ലാദേശിലേക്കൊക്കെ പോകുമ്പോൾ പിന്നെ വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിജീവിക്കുന്ന വിധത്തിലുള്ള, അതാണ് നമ്മുടെ ആർമിയെ വിളിച്ച എന്തിനും പരിഹാരമല്ലേ, ഏത് ദുരന്തത്തിനും പരിഹാരം ഉണ്ടാക്കാൻ നമ്മുടെ ആർമിക്ക് പെട്ടെന്ന് ബ്രിഡ്ജ് ഉണ്ടാക്കുക, അതെ, പെട്ടെന്ന് മഞ്ഞുമലകളെ ഇടിച്ചു നിരത്തിക്കൊണ്ട് പോകാനുള്ള വാഹന വ്യൂഹം, ഇത് റോഡൊക്കെ മുഴുവൻ മഞ്ഞ് കൊണ്ട് മൂടി കിടക്കുകയാണെങ്കിൽ പോലും അതിനെല്ലാം തട്ടി നിരത്തിക്കൊണ്ട് നിമിഷങ്ങൾക്കകം ടാങ്കറുകൾ ഉൾപ്പെടെ അങ്ങോട്ട് കയറുന്നതിനുള്ള സൗകര്യം, മണലാരണ്യമാണെങ്കിൽ രാജസ്ഥാനിലെ മണലാരണ്യം, അവിടെ വേണ്ട സൗകര്യം. ഇതിന് പുറമെ നമ്മുടെ ഈ കടൽ തീരം 6000-7000 കിലോമീറ്റർ വരുന്ന കടൽ തീരം, സമുദ്രാതിർത്തികൾ, അപ്പൊ സമുദ്രത്തിലെ കര, നാവിക, വ്യോമ സേനകളുടെ എല്ലാവിധ എക്യുപ്മെന്റ്സും നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പം വന്ന് ലേറ്റസ്റ്റ് ചൈനയോട് കിടപിടിക്കുന്ന വിധത്തിലേക്കാണ് നമ്മുടെ വളർച്ച. ഇപ്പൊ എന്ന് മോദി പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? ഈ ആർമിയുടെ രംഗത്ത് പിന്നെ യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ചൈന പല ഗവേഷണങ്ങളിൽ പലതും ഇപ്പോ ഇംപ്ലിമെന്റും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലാണ് ഇപ്പോ എയും എടുത്തുകൊണ്ട് ഫ്രാൻസിലും പിന്നെ അമേരിക്കയിലും ഒക്കെ മോദി പോകുന്നതിന്റെ കാരണവും അത് തന്നെയാണെന്നാണ് പറയുന്നത്. നമ്മുടെ ആർമിയെ ശക്തമാക്കണം എന്നുള്ളതാണ്. അപ്പൊ ശക്തമായ ഒരു ആർമി ഇപ്പൊ തന്നെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനേക്കാൾ കൂടുതൽ ശക്തമായിക്കൊണ്ട് വരികയാണ്. അദ്ദേഹം കാശ്മീരിൽ പോയി ഒരു പട്ടാളക്കാരോട് ഒരു പ്രസംഗം നടത്തി. 2 വർഷം മുമ്പാണ്, ഈ ഇലക്ഷന് മുമ്പാണ് ഒരു പ്രസംഗം നടത്തി. അതിൽ പറഞ്ഞു, എതിരാളി, അപ്പൊ ചൈന നമ്മളോട് പുറകോട്ട് ഒന്നും പോകുന്നില്ല. അപ്പൊ അദ്ദേഹം പട്ടാളക്കാരോട് പറഞ്ഞ ഒരു പ്രസംഗമാണ്. അതിൽ പറഞ്ഞത്, നമ്മുടെ ശക്തിയാണ് എതിരാളിയെ പിന്നോട്ട് പോകാനുള്ള ഏക മാർഗം, അല്ലാതെ ഉപദേശവും ഡിസ്കഷനും നമ്മുടെ ഈ കൂടിക്കാഴ്ചയും ചർച്ചയും ഒന്നും അല്ല എന്നാണ് അതിന്റെ മീനിങ്. ശക്തി ഉണ്ടോ? പണ്ട് ചിലർ പറയില്ലേ, വടിയുള്ള വാദ്യാർക്ക് വാടക്കാൻ പറയേണ്ട കാര്യമില്ല. അതെ, സാറിന്റെ വടിയുണ്ടെങ്കിൽ പിള്ളേര് ശാന്തരായിട്ടിരുന്നോളും, പിന്നെ വാടക്കടാന്ന് പറയേണ്ട കാര്യമില്ല, സൈലൻസ് എന്ന് പറയേണ്ട കാര്യമില്ല. അതുപോലെ മോദി അവിടെ ഒരു പ്രസംഗം നടത്തിയത് വളരെ പ്രസിദ്ധമായിരുന്നു. അതിനുശേഷം അദ്ദേഹം ആർമിയെ ഭയങ്കര ശക്തമാക്കുന്നതിലാണ് ശ്രദ്ധിച്ചത്. അത് അമേരിക്കയ്ക്ക് അറിയാം, ഇന്ത്യൻ ആർമി ഇപ്പൊ ചില്ലറയല്ല. പിന്നെ യൂറോപ്പിന് അറിയാം, ചൈനയ്ക്ക് അറിയാം, റഷ്യക്ക് അറിയാം. അത് ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു പക്ഷേ UAEയുടെയും സൗദിയുടെയും ഒക്കെ ഫാർ ഈസ്റ്റിന്റെ മൊത്തത്തിലുള്ള ഒരു സുരക്ഷിത ടീമായിട്ട് വന്നുകൂടായികയില്ല. നമ്മുടെ ആർമി, എയർഫോഴ്സ് ഒക്കെ തന്നെ സൗദിയിലേക്ക് അതുപോലെ തന്നെ UAEയിലേക്ക് പ്രത്യേക താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനും അവർക്ക് സഹായം നൽകാനും ഒക്കെ പരിശീലിപ്പിക്കാനും ഒക്കെ ഇതിന്റെ ഫലമായിട്ട് ഇന്ത്യക്ക് ഗണ്യമായ സാമ്പത്തിക നേട്ടം ഉണ്ടാകും എന്ന് മാത്രമല്ല, നമ്മൾക്ക് നമ്മുടെ ഒരുപാട് പേര് ഫാർ ഈസ്റ്റിലും മിഡിൽ ഈസ്റ്റിലൊക്കെ ഉണ്ടല്ലോ, മലയാളികളൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പൊ മിഡിൽ ഈസ്റ്റിലുള്ളവരുടെ മുഴുവൻ ഒരു പ്രത്യേക പരിഗണന നമുക്ക് കിട്ടും. ആ സർക്കാരിന്റെ വഴി നമ്മുടെ ആൾക്കാർക്ക് പരിഗണന കിട്ടാനും ഇടവരും എന്നുള്ളതാണ് ഇതിന്റെ കണക്കുകൂട്ടൽ. ഇതിലൊക്കെ ഉപരി വേറെന്ന് പറഞ്ഞു കേൾക്കുന്നത്, അമേരിക്കയ്ക്ക് വേറൊരു ലക്ഷ്യമുണ്ട്. ഈ വരുന്ന ഭാവിയിൽ കാനഡയും നമ്മുടെ ഗ്രീൻലാൻഡും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ തങ്ങളോടൊപ്പം ചേർത്ത് കൊണ്ടുവരാനായിട്ട് ഒരു നീക്കമുണ്ട്. കാരണം അത് അവരുടെ സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. ചൈന ഈ കാനഡയിൽ വലിയ താല്പര്യം അവിടെ ചില ഇടപെടലുകളും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പം പനാമ കനാലിലുള്ള ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ അമേരിക്കക്ക് പ്രത്യേകിച്ച് ട്രംപിന് ഈ ഏരിയ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. അതിനാണ് കാനഡയോട് ചുമ്മാതാണേലും ചോദിച്ചത്. 51ാമത്തെ സ്റ്റേറ്റ് ആക്കുന്നു, ഞങ്ങളുടെ ഗവർണറായിട്ട് പിന്നെ പ്രവിശ്യയാക്കി കളയും, ട്രൂഡോയെ ഗവർണറായി കളയും എന്നൊക്കെ പറഞ്ഞത്. അവിടെയാണ് നമ്മുടെ പ്രത്യേകത. ഈ മോദി പോയി അവിടെ എന്ത് നേടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മോദി പോയി അവിടെ ഉണ്ടാക്കിയ സ്ട്രക്ചർ ഭയങ്കരമാണ്. അമേരിക്കയ്ക്ക് ഏറ്റവും വിലപ്പെട്ട ആളാണ് കാനഡ. കാനഡയുടെ പ്രസിഡന്റിനോട് അദ്ദേഹം ബിഹേവ് ചെയ്ത് എങ്ങനെയാണ്, വേണമെങ്കിൽ വന്ന് ഞങ്ങളുടെ ഒരു ഗവർണർ ആയിക്കോട്ടെ എന്ന് പറയുന്ന രീതിയിലേക്കാണ്, അല്ലേ? അതെ. അപ്പൊ അവിടെ മോദിക്ക് കിട്ടിയ സ്റ്റേച്ചർ ചില്ലറയല്ല. അതെ, അവിടെ അദ്ദേഹത്തിന് കൊടുത്ത വെയിറ്റ് ചില്ലറയല്ല. നമ്മൾ പറയുമ്പോൾ ആളുകൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഈ ഒരു മാറ്റം, അതുപോലെ തന്നെ ലോകത്തെ പല രാജ്യങ്ങളും പരസ്പരം ചേർന്ന് നിൽക്കാൻ, പരസ്പരം സഹകരിച്ച് നിൽക്കാനൊക്കെ പോകുന്ന ഒരു കാലം കൂടെയാണ്. കാരണം ചെറിയ ചെറിയ രാജ്യങ്ങൾക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊരു ഇത് വന്നിരിക്കുകയാണ്. അപ്പൊ ചെറിയ രാജ്യങ്ങൾ ഇനി വലിയ രാജ്യങ്ങളോടൊപ്പം ചേർന്ന് സഹകരിച്ച് നിന്നുകൊണ്ട് ഒരുപക്ഷെ ചിലപ്പോൾ ഒരു സഹകരണ രാഷ്ട്രങ്ങളുടെ ഒരു
ഉപകരണമായി പലതും മാറാൻ സാധ്യത. അപ്പൊ ഒരു 10-40 ഇപ്പം 200ഓളം രാഷ്ട്രങ്ങളുണ്ട്. അതെല്ലാം കുറഞ്ഞു ചിലപ്പം 40-50 വരുന്ന ക്ലസ്റ്ററുകൾ രാഷ്ട്രങ്ങളുടെ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ട് കൂടായികയില്ല എന്ന് അതിന് നല്ല സാധ്യതയുണ്ട്. ഒരു ലോകക്രമം മൊത്തത്തിൽ മാറി വരികയാണ്. ആ അവസരത്തിൽ മോദിയെ പോലെ ഒരാള് നമ്മുടെ ലോകക്രമങ്ങൾ നയിക്കുന്ന അമേരിക്കയെയും റഷ്യയെയും ചൈനയെയും ഇസ്രായേലിനെയും ഒക്കെ സൗഹൃദത്തിൽ ഇങ്ങനെ കൊണ്ടുപോയി നമ്മുടേതായ ഒരു സ്ഥാനം അതിനകത്ത് ഉറപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. അത് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിക്ക് വളരെ ഉപകാരപ്രദമാണ്, മുതൽക്കൂട്ടാണ്, വളരെ മുതൽക്കൂട്ടാവും എന്നുള്ളതാണ്.